നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടിയുടെ പേര് ആനന്ദ് സനിൽ. ആനന്ദ് സനിൽ, നക്ഷത്രം പൂരോരട്ടാതി, എറണാകുളം സ്വദേശി. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് NSS കോളേജ് പാലക്കാട്ട് നിന്ന് പാസ്സായിരിക്കുന്നത്. PGDM ഗസിയാബാദിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. ദുബായിൽ ഒരു പ്രശസ്തമായ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ പ്രൊഡക്ഷൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ആ കുട്ടിയുടെ വയസ്സ് വന്നിട്ട് 37 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ ബിസിനസ്സാണ്, എറണാകുളത്ത് തന്നെ. അമ്മ ഹൗസ് വൈഫാണ്. ഇവരുടെ അച്ഛൻ്റെ നാട് വന്നിട്ട് കുന്നംകുളം, തൃശ്ശൂർ കുന്നംകുളത്താണ്. അമ്മ വന്നിട്ട് മലപ്പുറം മതിലകത്ത് ഫാമിലിയാണ്. ഇപ്പോൾ എറണാകുളത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. കാരണം ബിസിനസ് ആവശ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനും മമ്മിയും ഒക്കെ അവിടെ കൂടിയിരിക്കുകയാണ്. ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്ററിൻ്റെ മാരേജൊക്കെ കഴിഞ്ഞ് അവർ കാലിക്കറ്റിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി, നല്ല അച്ഛൻ അമ്മ. കാരണം ഞാൻ എന്താ പറയുക, ഇവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് പലപ്പോഴും. നേരിൽ കണ്ടിട്ടില്ല, വാസ്തവമാണ്. പക്ഷേ നമുക്ക് ഓരോരുത്തരും സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാക്കാൻ പറ്റാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ബേസിലാണ് പറയുന്നത്. ആനന്ദ് സനിൽ, ഒരിക്കൽ കൂടെ പറയാം ഞാൻ. ആനന്ദ് സനിൽ, പൂരോരട്ടാതി നക്ഷത്രം, 37 വയസ്സ്, ബിടെക് ആണ്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് NSS എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്ട് നിന്നാണ് പാസ്സായിരിക്കുന്നത്. PGDM ഗസിയാബാദിൽ നിന്ന് പാസ്സായിരിക്കുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ദുബായിലുള്ളൊരു പ്രശസ്തമായ കമ്പനിയിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. യങ്ങർ സിസ്റ്റർ, സഹോദരി ഉണ്ട്. അവർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് അറ്റ് കാലിക്കറ്റിലാണ് അവർ. ഇവരുടെ അച്ഛൻ്റെ വീട് വന്നിട്ട് കുന്നംകുളമാണ്, തൃശ്ശൂർ കുന്നംകുളം. അമ്മ വന്നിട്ട് മലപ്പുറം. രണ്ടുപേരും നല്ല നായർ തറവാടുകളിലെ ആളുകളാണ്. എറണാകുളത്ത് ബിസിനസ് ആവശ്യമായിട്ട് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 5'8" ആണ്. 5'8", 72 കിലോ. അപ്പോൾ ആരൊക്കെയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ദുബായിൽ ജോലിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഫാമിലി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടി തന്നെയാണ്. ഫാമിലിയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊന്നും യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ആനന്ദ് സനിലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്ന അതേ വരികൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് മാത്രം കല്യാണം നടന്നുകൊള്ളുന്നില്ല. മാട്രിമോണിയലുകാരെ കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. പാരൻസിൻ്റെ ഭാഗത്തുനിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നും ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ശ്രമം വേണം. അതിൻ്റെ ഭാഗമായിട്ട് പാരൻസ് രക്ഷിതാക്കൾ കുട്ടികളോട് നന്നായിട്ട് സംസാരിച്ച് എന്താണ് എക്സാക്ട്ലി അവരുടെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ദുബായിൽ വർക്ക് ചെയ്യുന്ന കുട്ടീനെ കിട്ടിയാൽ ഈ കുട്ടിക്ക് നന്നായിരിക്കും എന്നൊക്കെ അവർക്ക് പറയാനുണ്ടാവും. അല്ലെങ്കിൽ ഏത് ഫീൽഡാണ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ ചിലർക്ക് ഹെൽത്ത് ഫീൽഡിലൊക്കെ ഉള്ള ആളുകളെ കിട്ടുന്നത് നന്നായിരിക്കും. ഡോക്ടേഴ്സ്, നേഴ്സുമാർ, ഇവരെയൊക്കെ കിട്ടുന്നതായിരിക്കും ചിലർക്ക് നല്ല. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജോലിയാകാനും അതിനൊക്കെ ഒരു നല്ല രീതിയിൽ അതായിരിക്കും
അവർക്ക്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഹൈറ്റ് എത്ര വേണം, വെയിറ്റ്, ഈ വക കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഡിസ്കസ് ചെയ്യണം. എഡ്യൂക്കേഷൻ ഏത് ലെവൽ വേണം, കുടുംബ പാരമ്പര്യം, ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാം നമുക്ക് 100% മാച്ചാക്കാനൊന്നും പറ്റില്ലെങ്കിൽ പോലും ഒരു രക്ഷിതാവ് അപ്പുറത്തുള്ള രക്ഷിതാവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ആൺകുട്ടിയെ നോക്കുമ്പോൾ ആൺകുട്ടിയുടെ അച്ഛനമ്മമാരായിട്ട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇതൊക്കെയാണ് എൻ്റെ മകളുടെ റിക്വയർമെൻറ്റ്സ്. അല്ലാതെ നമ്മൾ ഓക്കെ നിങ്ങൾ അയക്കൂട്ടോ, ഞങ്ങൾ നോക്കാം, ഹോറോസ്കോപ്പ് അയക്കൂട്ടോ, ഫോട്ടോ അയക്കൂട്ടോ, പിന്നൊന്നും യാതൊരു തരത്തിലുള്ള ഒരു റിപ്ലൈ ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റിപ്ലൈ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ മക്കളുടെ റിക്വയർമെൻറ്റ് വേറെ പലതുമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ജാതകത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ നല്ലൊരു ശതമാനം ഹിന്ദു കുടുംബങ്ങളിലെ കുട്ടികളുടെ അച്ഛനമ്മമാർ ഇപ്പോൾ എല്ലാവരും ജ്യോതിഷ പണ്ഡിതന്മാരാണ്. വർത്തമാനമൊക്കെ അങ്ങനെയാണ്. എല്ലാവരും വളരെ ഇതായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഉടനടി പറയും, അയ്യോ ഇതൊക്കെ പണിക്കർ പറയുന്നതാണ് കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് കഴിയുന്നത് സംസാരിക്കാതിരിക്കുക. നിങ്ങൾ ഹോറോസ്കോപ്പ് കൊടുക്കൂ. ഞാൻ ജാതകത്തിന് എതിരെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ അപ്രോച്ചാണ് മാറേണ്ടത്. നമ്മളുടെ അപ്രോച്ച് മാറാൻ നമ്മൾ ജാതകം കൃത്യമായിട്ട് ജ്യോതിഷൻ്റെ അടുത്ത് കൊണ്ട് പരിശോധിക്കണം. അത് പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അത് യോജിപ്പിക്കാൻ പറ്റുമോ യോജിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. നമ്മളായിട്ടൊരു മുൻവിധി നടത്തരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതൽ ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും